ഡായങ് ഡിയാക്കിന്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ ഡാർജങ് ഞെട്ടുന്നു. ഡായങ് തന്റെ മകന്റെ പുറകിലുള്ള ബുള്ളി ബോയ്സിനെ നിരീക്ഷിക്കുകയും എന്നാൽ പേടിച്ചതുപോലെയൊന്നും നടന്നില്ല. അവർ നടന്നകന്നു. ഷീവു ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പ്രാക്ടീസിനായി കയറി. ഷീവുയ്ക്ക് ബാസ്കറ്റ്ബോൾ എന്ന് പറഞ്ഞാൽ ജീവനാണ്. എന്നാൽ ഒരിക്കൽ പോലും അത് പറയാനുള്ള ധൈര്യം അവൻ കാണിച്ചിട്ടില്ല. ഡായങ് അവന്റെ അടുത്തേക്ക് ചെന്ന് കൂടെ കളിക്കട്ടെ എന്ന് ചോദിക്കുന്നു. ഷീവുയ്ക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ബോർഡ് ഉണ്ടായി. ഡാർജങ് തൻ്റെ ഫ്രണ്ടുമായി ഒരു ദിവസം സംസാരിച്ചു പോകുന്ന സമയം ഒരു കാറ് വന്ന് ഇടിക്കാനായി പോയി. കറക്റ്റ് സമയത്ത് ഡായങ് വന്ന് അവരെ രക്ഷിക്കുകയും വീട് വരെ അവരെ കൊണ്ടുപോകാമെന്നും പറയുന്നു. ബാസ്കറ്റ്ബോൾ പ്ലെയർ ആകാനാണ് തനിക്കിഷ്ടമെന്ന് ഡാർജങ്ങിനോട് ഡായങ് പറഞ്ഞു. ഇത് കേട്ട് ഡാർജങ് പറഞ്ഞു, സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്ത് നല്ല ഹെൽത്തി ബോഡി ഉണ്ടാക്കണം, വർക്ക് ഹാർഡും ചെയ്യണമെന്ന്. പിറ്റേന്ന് മുതൽ ഡായങ് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. സിഗരറ്റ്, ആൽക്കഹോൾ എല്ലാം ഉപേക്ഷിച്ചു. കൂടാതെ മക്കളിൽ കൂടുതൽ ശ്രദ്ധ തിരിച്ച് അവരുടെ ഫ്യൂച്ചർ വളർത്തി